കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർക്ക് വെട്ടേറ്റു. അസിസ്റ്റന്റ് സർജനായ ഡോക്ടർ വിപിനാണ് വെട്ടേറ്റത്. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9-കാരിയുടെ പിതാവ് സനൂപാണ് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയിൽ വെട്ടേറ്റ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ചക്കൊന്നരയോടെയാണ് 2 കുട്ടികളെയും കൂട്ടി സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. ആദ്യം സൂപ്രണ്ട് റൂമിലെത്തിയ ശേഷം രോഗിയെ ചികിത്സിക്കുകയായിരുന്ന ഡോക്ടർ വിപിനെ വെട്ടുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഡോക്ടറെ വീണ്ടും സനൂപ് വെട്ടാനാഞ്ഞെങ്കിലും രോഗി തടഞ്ഞു. തുടർന്ന് ജീവനക്കാരെത്തി സനൂപിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാ. എൻ്റെ മോളെ കൊന്ന മോനല്ലേന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആന്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. തലയോട്ടിക്ക് പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടറുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ മാസം മരിച്ച 9 വയസ്സുകാരി അനയ്യയുടെ പിതാവാണ് സനൂപ്. മകളുടെ മരണകാരണം അറിയാത്തതിൽ ആശങ്കയാകാം ആക്രമണത്തിന് നയിച്ചതെന്നാണ് സനൂപിന്റെ സുഹൃത്ത് പറയുന്നത്. മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിസൾട്ട് സനൂപിന് കിട്ടിയില്ല. സനൂപ് പറയുന്നത് എൻ്റെ മോള് മരിച്ചത് മരുന്ന് മാറിയിട്ടാണ് എന്നാണ് സനൂപ് പറയുന്നത്. എങ്ങനെയാണ് മരിച്ചതെന്നുള്ള റിസൾട്ട് പോലും നമുക്ക് തന്നില്ല എന്നാണ് പറയുന്നത്. കൊലപാതക ശ്രമം, ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്കെതിരായ കയ്യേറ്റം എന്നീ വകുപ്പുകളും ആശുപത്രി സംരക്ഷണ നിയമവും സനൂപിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവ് ഡോക്ടറെ വെട്ടിയ സംഭവം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. സലാം മുഹമ്മദിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.